ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു വിഷയമായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ട്? അതായത് UDFന്റെ വിജയത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങളിൽ ഒന്ന് ഇതായിരുന്നു എന്ന് കരുതുന്നുണ്ട്? സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കാൻ ആ മോഷണ കേസ്, ആ കൊള്ള ഒരു കാരണമായിട്ടുണ്ട്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചേക്കും. അത് വരും. അതിൽ ഗവൺമെൻറ് കുറ്റവാളികളുടെ ഭാഗത്താണ് നിൽക്കുന്നത്. പാർട്ടി ഇപ്പോഴും ജയിലിൽ കിടക്കുന്നവരെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്, കവചമൊരുക്കുകയാണ്. ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ UDFന് വലിയ തിരിച്ചടി അയക്കാവുന്ന ഒരു രാഷ്ട്രീയ ബാന്ധവമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ളത് എന്നൊരു വിലയിരുത്തലുണ്ട്. കാരണം ഇപ്പോൾ KM ഷാജി ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഒരു തരത്തിലും ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ഒരു കൂട്ടുകെട്ടിന് മുസ്ലിം ലീഗിന് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ്. പിന്നെ എന്തിനായിരുന്നു പ്രസിഡന്റ് ഇങ്ങനെ ഒരു ഇല്ലല്ലോ, ഞങ്ങളൊരു ബന്ധം ഉണ്ടാക്കിയിട്ടില്ല. KM ഷാജിയെ പോലെ ഒരാളങ്ങനെ പറയണമെങ്കിൽ ഞങ്ങൾക്ക് ബന്ധമില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ. അതേസമയത്ത് ഞങ്ങളുടെ മേൽ CPM ആരോപിക്കുന്നു. അതിന് കൃത്യമായിട്ട് ഞങ്ങൾ മറുപടി പറയുന്നു. CPMനാണ് അങ്ങനെ ഒരു ചരിത്രമുള്ളത്. ആ ബാന്ധവത്തിൻ്റെ വ്യക്തമായ ചരിത്രവും ഫോട്ടോയും ഞങ്ങൾ പ്രദർശിപ്പിച്ചു, കാണിച്ചു കൊടുത്തു. മുഖ്യമന്ത്രിക്ക് അത് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി UDFന് ഒരു ബന്ധവുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട, വോട്ട് ആരുടെയും വേണ്ട എന്ന് പറയുന്നില്ല. നല്ലവരായ മാർക്സിസ്റ്റുകാരുടെ വോട്ടുണ്ടെങ്കിൽ അതും കിട്ടില്ല. അങ്ങനെയുണ്ടോ? നല്ലവരായ മാർക്സിസ്റ്റുകാരും നന്മയിലേക്ക് ലക്ഷ്യം വെക്കുന്നവരുണ്ട്, അവരുണ്ട്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പിംഗ് ഉണ്ടായിട്ടില്ല എന്നാണ്? ഇല്ല, ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല. ക്രൂഷ്യലായ പഞ്ചായത്ത് ഇലക്ഷൻ അതില്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റൂലേ. അപ്പൊ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി UDFന് ഒരു ബന്ധവും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ കേരളത്തിൽ വലിയ ഒരു വർഗീയ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകുന്നതാണ് എന്ന ചർച്ച വന്നു കഴിഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെ ഇടതുപക്ഷം അന്ധമായി പിന്തുണയ്ക്കുന്നു എന്ന ആക്ഷേപവും ഉണ്ടായിട്ടുണ്ട്. ഈ സാമുദായിക സംഘടനകളുടെ ഈ തരത്തിലുള്ള ഈ വിധത്തിലുള്ള ഇടപെടലുകളെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? അത് മുഖ്യമന്ത്രിയുടെ ഡൽഹി അഭിമുഖം എന്താണ്? അതാണ് ഇതിന്റെ തുടക്കം, മനസ്സിലാക്കണം. ഏതാ? ഹിന്ദുവിലെ അഭിമുഖം. അത് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഹിന്ദു പത്രത്തിന്റെ മറുപടി എന്താണ്? അത് നിയമസഭ ചർച്ച ചെയ്യണമെന്ന് ഞാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത്. അത് ചർച്ച ചെയ്യാൻ ഇങ്ങേറ്റം, അത് ചർച്ചയ്ക്ക് അനുമതി തേടാനുള്ള ഒരു പ്രസംഗത്തിന് പോലും അനുമതി നൽകിയില്ല. ഗവൺമെൻറ് എന്താ അതിൽ ഭയമാണ്, അത് ചർച്ച ചെയ്യാൻ ഭയമാണ്. മുഖ്യമന്ത്രി ഇൻറ്റൻഷനലിയും ബോധപൂർവം അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന്, അഭിമുഖത്തിന് അവസരം അങ്ങോട്ട് ചോദിച്ചു വാങ്ങി. അതല്ലേ ഹിന്ദുവിൻ്റെ ക്ലാരിഫിക്കേഷൻ, അതല്ലേ മറുപടി, അതല്ലേ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് വെള്ളാപ്പള്ളിയും ആവർത്തിച്ചത്. അതിനെ CPM പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ഇപ്പം അവരുടെ ഇടയിൽ തന്നെ ശക്തമായ വ്യത്യാസം വന്നു. ഈ കോൺഗ്രസിനെ പുറത്തു നിർത്താൻ ഒരു CPM BJP ബാന്ധവമുണ്ട് എന്ന ആരോപണം കുറച്ച് കാലമായിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ ഒരു ആരോപണത്തിൽ KPCC പ്രസിഡന്റ് ഉറച്ചു നിൽക്കുന്നുണ്ട്. അവരുടെ രണ്ടുപേരുടെയും മുഖ്യ ശത്രു കോൺഗ്രസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ചില കാര്യങ്ങളിൽ, പല കാര്യങ്ങളിലും അവർ തമ്മിൽ ബന്ധമുണ്ട്. പക്ഷെ അത് വളരെ വേഗമായിട്ടുള്ള ഒരു മറുപടിയായി പോയല്ലോ പ്രസിഡന്റ്. അതിനകത്ത് എല്ലാം ഉണ്ട്. ആരാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ മുഖ്യ ശത്രു? ആരാണ്? UDF അല്ലേ? അവരെ പരാജയപ്പെടുത്തിയതാരാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി ബൈ ഇലക്ഷനുകളിൽ അവരെ പരാജയപ്പെടുത്തിയതാരാണ്? പാർലമെന്റ് ഇലക്ഷനിൽ മുഖ്യ എതിരാളി UDF ആണ്. പറഞ്ഞിട്ടുണ്ടല്ലോ, UDF ആണ്. അതെ. BJPക്ക് രാജ്യത്തെ മുഖ്യ എതിരാളി ആരാണ്? കോൺഗ്രസ് ആണ്. അപ്പം ഞങ്ങളെയാണ് അവർ രണ്ടു കൂട്ടരും മുഖ്യ എതിരാളിയെ കാണുന്നത്. പക്ഷെ ആ ലോജിക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ വർക്ക് ചെയ്യുന്നതെന്നാണ് പ്രസിഡന്റ് ഞാൻ ചോദിക്കുന്നത്. അതായത് ദേശീയ തലത്തിൽ ഒന്ന്, കാരണം ദേശീയ തലത്തിൽ BJPയെ പുറത്ത് നിൽക്കാൻ എടുക്കുന്ന സഖ്യത്തിൽ എല്ലാവരും ഉണ്ടല്ലോ, ഇല്ലേ? അങ്ങനെ ഒരു സഖ്യവും കൂട്ടായ്മ ഇവിടെ വരുമ്പോൾ പ്രസിഡന്റ് ആ സഖ്യത്തിന് എവിടെയൊക്കെ പ്രതിസന്ധി ഉണ്ടാക്കാമോ അതിനല്ലേ കേരളത്തിലെ CPM നേതാക്കന്മാരുടെ പങ്കാളിത്തമുണ്ടോ? മുഖ്യമന്ത്രി എവിടെയെങ്കിലും പാർലമെന്റ് ഇലക്ഷന് കേരളം വിട്ട് എവിടെയെങ്കിലും പോയോ? ഇന്ത്യ മുന്നണിയുടെ കോർ കമ്മിറ്റി യോഗം ബഹിഷ്കരിച്ചവരല്ലേ? എന്തായിരുന്നു അവർ പറഞ്ഞാൽ? KC വേണുഗോപാൽ അതിൻ്റെ അകത്തുണ്ട്, കൺവീനറാണ്. അല്ലെങ്കിൽ ആ കാരണം പറഞ്ഞല്ലേ. രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര അവരെന്തായിരുന്നു അതിനെ കളിയാക്കിയത്? ഇത് കേരളം വിടില്ല എന്നല്ലേ പറഞ്ഞു.
CPM-ന്റെ ദേശീയ നേതാക്കന്മാരും CPI-യുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഉൾപ്പെടെ അതിൽ പങ്കെടുത്തപ്പോൾ ബീഹാറിൽ രാഹുൽ ഗാന്ധി വോട്ട് ചോരിക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ കേരളത്തിലെ CPM-ന്റെ നിലപാടും ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാടും വ്യത്യസ്തമല്ലേ? കേരളത്തിലെ CPM കോൺഗ്രസിനെ മുഖ്യ ശത്രുവായി തന്നെ കാണുന്നു, സങ്കുചിത നിലപാടുകൾ സ്വീകരിക്കുന്നു. CPM അണികൾ പോലും അത് ഇഷ്ടപ്പെടില്ല. ശരി പ്രസിഡന്റ്, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം സുനിശ്ചിതമാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് എന്താ സങ്കോചം? ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ പേര് നിങ്ങളെല്ലാവരും ചേർന്ന് മാധ്യമങ്ങളും എതിർപക്ഷവും എല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ ഞങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പാണല്ലോ. അല്ല, അത് രണ്ടാമത്തെ കാര്യം. അതുകൊണ്ടാണല്ലോ VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ, KC വേണുഗോപാലാണോ, അതോ ഇനി മറ്റേതെങ്കിലും പേരുകളുണ്ടോ പരിഗണനയിൽ എന്ന് തുടങ്ങിയ ഇങ്ങനെ ഒരു വ്യക്തതയില്ലാത്ത ഒരു നേതൃനിലയിൽ ഒരു ഏക നേതാവില്ലാത്ത ഒരു മുന്നണിയായി കോൺഗ്രസ് ഇപ്പൊ പറഞ്ഞ ശരിയാണ്. ഗോപി ഉദ്ദേശിച്ച ഒരു വാക്ക് നല്ലതാണ്. ഏക നേതാവിൽ ഉള്ള പാർട്ടിയല്ല കോൺഗ്രസ്. നേതൃത്വത്തിന്റെ കൂട്ടു നേതൃത്വത്തിന്റെ ഒരു ശൈലിയാണ് കോൺഗ്രസിന് എല്ലാ കാലത്തും ഉള്ളത്. AK ആന്റണിയും കരുണാകരനും ഒരു കാലത്ത് സമുന്നത നേതാക്കന്മാർ, ഉമ്മൻചാണ്ടിയും രമേശും സമുന്നത നേതാക്കന്മാർ. ഇന്നീ പറഞ്ഞ പോലെ KC വേണുഗോപാലുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്. ഞങ്ങളെ ഇലക്ഷൻ ജയിക്കും. പ്രതിപക്ഷ നേതാവിന്റെ പേര് പ്രസിഡന്റിന്റെ വിരലുകളിൽ മൂന്നാമത്തേതല്ല കിടക്കുന്നത്. അല്ല, അത് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായിട്ട് നിയമിക്കണം അല്ലെങ്കിൽ തിരഞ്ഞെടുക്കണം എന്ന് MLA-മാരിൽ നിന്ന് ആദ്യം പറഞ്ഞതാ ഞാൻ തന്നെ. ആരെങ്കിലും അത് പറഞ്ഞല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് പ്രസിഡന്റ്, അതായത് ഈ VD സതീശന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് വേറൊരു കാര്യം പറയാം. അതായത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായ ശേഷം ഈ തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം കൊടുത്ത മുഴുവൻ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയം ഉണ്ടാക്കാൻ, മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകുന്നതിന് ഒരു ക്ലെയിം ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കും? അദ്ദേഹത്തിന് എല്ലാ വിജയങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നതിലെ പങ്കാളിത്തം അദ്ദേഹത്തിനുണ്ട്. അതാരും നിഷേധിക്കുന്ന കാര്യമല്ല. അത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകുന്നതിന് ഒരു ക്ലെയിം ആണെന്ന് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത് കോൺഗ്രസിൻ്റെ MLA-മാരുടെ കൂടി അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡാണെന്ന് ഞങ്ങളോട് തന്നെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. AK ആന്റണിയെ പോലുള്ള മുതിർന്ന നേതാക്കന്മാർ അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അതായത് പേരാവൂരിൽ മത്സരിക്കാൻ മനസ്സുറപ്പിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, താങ്കൾ പേരാവൂരിൽ വിജയിച്ചു വരുമ്പോൾ മുഖ്യമന്ത്രി ആരാണെന്ന് പറയേണ്ടുന്ന MLA-മാരുടെ കൂട്ടത്തിൽ ഒരാൾ താങ്കളാണ്. താങ്കളുടെ തിരഞ്ഞെടുപ്പ് ആർക്കാണ്? താങ്കൾ ആരെയാണ്? താങ്കളുടെ ആരാണ്? അതിപ്പോൾ പരസ്യമായിട്ട് ഒന്ന് പേരാവൂരിൽ ഞാൻ മത്സരിക്കുന്നു തീരുമാനിക്കുന്ന പാർട്ടിയാണ്. ഞാൻ പറഞ്ഞത് താങ്കളുടെ മനസ്സിൽ മുഖ്യമന്ത്രി പേരുണ്ട്. അത് ഞങ്ങൾ ആലോചിച്ച് ഞങ്ങൾ തീരുമാനിക്കും, ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. അപ്പോഴും പട്ടികയിൽ 3 പേരുകളാണ്. സതീശൻ, രമേശ് ചെന്നിത്തല, KC അല്ലല്ല, ഞാൻ പറയട്ടെ, 3 പേരെ ഗോപിയ എന്നോട് പറഞ്ഞു ഇല്ലേ? അതല്ല പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അല്ലല്ല, നിങ്ങൾ പറഞ്ഞ 3 അത് പിന്നെ ഞാൻ കൂട്ടിയില്ല. നിങ്ങൾ പറഞ്ഞ 3 ഞാൻ അത് കുറച്ചുമില്ല, ആ 3 ഞാൻ ആവർത്തിക്കുക. അപ്പോൾ പ്രസിഡന്റ് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ UDF-ന് കഴിയട്ടെ. KPCC-യുടെ അധ്യക്ഷ പദവിയിൽ ഇരുന്നു കൊണ്ടുകൂടി അതിന് സാക്ഷ്യം വഹിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ. താങ്ക് യു വെരി മച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.